തന്നെ 1 മുതൽ നാം താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, ദൈവം മോശയിൽ നിന്ന് ആത്മാവിനെ കുറച്ചെടുത്ത് തന്റെ സഹോദരന്മാർക്ക് കൊടുത്തു, തന്നോടൊപ്പം ശുശ്രൂഷയിലായിരുന്നവർക്ക് കൊടുത്തു. അങ്ങനെ ഏതോതും മേലോതും ദൈവാത്മാവിനാൽ മോശയിൽ നിന്ന് പ്രാപിച്ചതായ മോശയുടേതായ ആത്മാവിനെ കുറച്ചെടുത്ത് ഏതോതിനും മേലോതിനും കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പ്രവാചകന്മാരായി മാറി. അവർ പാളയത്തിൽ പ്രവചിക്കുവാൻ തുടങ്ങി. When they start to prophesy to the people of Israelites, Joshua got upset and he become run towards to the Moses and said, look to Moses that Edod and Medod, they are prophesying to the people of Israelites. And then Moses is telling, Moshe ingane parayuka, nee enne vicharichu nee avarodu asooyapedunnathu endina? Ende ആത്മാവ് അവരുടെ മേൽ ദൈവമാണ് കൊടുത്തത്. എനിക്കൊരു ആഗ്രഹമുണ്ട്, ഈ ഇസ്രായേൽ ജനം മുഴുവനും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവത്തിന് ഒരു മനുഷ്യനോട് സംസാരിക്കണമെങ്കിൽ ദൈവം ആത്മാവായാൽ മനുഷ്യനും ആത്മാവിനാൽ നിർമ്മിക്കപ്പെട്ടവനാകിയാൽ there is a mediator which we can speak to the another spiritual being, that is called the Holy Spirit. പരിശുദ്ധാത്മാവിനെ ഒരു മനുഷ്യന്റെ ആത്മാവിനോട് സംസാരിക്കുവാൻ കഴിയത്തുള്ളൂ. വ്യക്തിപരമായി മാനുഷിക ശബ്ദമല്ല, ഇത് ദൈവിക ശബ്ദമാണ്. ഈ ദൈവിക ശബ്ദം കേൾക്കുവാൻ ദൈവം ഉപയോഗിച്ചിരിക്കുന്ന മീഡിയേറ്റർ ആണ് ഹോളി സ്പിരിറ്റ്. അല്ലെങ്കിൽ നിന്നെ സകല സത്യത്തിലും വഴി നടത്തുമെന്ന് പറയുന്ന ഈ പരിശുദ്ധാത്മാവാണ് ദൈവത്തിന്റെ ആലോചന നിന്നോട് അറിയിച്ചു തരുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാനും നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവെന്ന് പറഞ്ഞാൽ വെറും അന്യഭാഷയും വെറും കയ്യടിയും ശബ്ദവും മാത്രമാണെന്ന് ആരും വിചാരിക്കരുത്. അങ്ങനെ വിചാരിച്ചാൽ അത് തെറ്റാണ്. എന്നിലും നിന്നിലും വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. നിന്നോട് സംസാരിക്കുവാൻ കഴിയുന്ന ആത്മാവാണ്. നിനക്ക് സംസാരിക്കുവാൻ കഴിയുന്ന ആത്മാവാണ്. അനുദിന ജീവിതത്തിൽ നിന്നെ നടത്തുവാൻ ആത്മാവാണ്. ഈ ആത്മാവ് നിന്നിൽ കൂടി അനേകരെ നടത്തുവാൻ പര്യാപ്തമായതാണ്. ഇത് ശക്തിയുള്ളതാണ്. ഇത് ക്രിയേറ്റീവാണ്. ഇതിന് ശക്തിയുണ്ട്. ഇത് ജീവിതങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിവുള്ള ആത്മാവാണ്. ഇത് വെറും കയ്യടി കൊണ്ട് മാത്രം ഒതുങ്ങുന്നതല്ല. ഇത് വെറും ചില ശബ്ദങ്ങൾ കൊണ്ടോ ചില അന്യഭാഷ കൊണ്ടോ മാത്രം അവസാനിക്കുന്നതല്ല. ഇത് യേശുവിന്റെ ശബ്ദമാണ്. ഇത് യേശുവിന്റെ ആത്മാവാണ്. പിതാവിന്റെ ആത്മാവാണ്. ഈ പരിശുദ്ധാത്മാവാണ് നിന്റെ മേൽ തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ ആത്മാവിന്റെ പാത്രമായി ഈ ആത്മാവിനെ വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പാത്രമാണ് ഞാൻ നിങ്ങളുമെന്ന് ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിച്ച എത്രയോ പവിത്രതയോടും എത്രയോ ഹല്ലേലൂയ അതിൻ്റെതായ സീരിയസ്നെസ്സോടും ആ മാതാവ് കുഞ്ഞിനെ വയറ്റിൽ കൊണ്ട് നടക്കുന്നത് പോലെ എന്നെ കേൾക്കുന്ന ദൈവവൈദ്യരെ, ഇവിടെ അനേക മാതാക്കന്മാർ ഇരിപ്പുണ്ടല്ലോ. ഒരു കുഞ്ഞ് ഒരു ഉദരത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്രയോ കെയർഫുൾ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഉദരത്തിൽ ജനിച്ച ഒരു കുഞ്ഞിനേക്കാൾ പ്രാധാന്യമുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമാണ് ഞാനും നിങ്ങളും എന്നുള്ളത് ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവവൈദ്യരും മറന്നു പോകരുത്. പരിശുദ്ധാത്മാവിനെ വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പാത്രമാണ് ഞാനും നിങ്ങളും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നടക്കുന്ന ഒരു പാത്രമെങ്കിൽ ഈ ആത്മാവ് ആമേൻ നിന്നോട് സംസാരിക്കുവാനിടയായി തീരും. ഒരു ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെതായ മൂവ്മെന്റ് ഒരു മാതാവിന് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, നിന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മൂവ്മെന്റ് നിനക്ക് മനസ്സിലാകണം. കാരണം ഇത് ജീവനുള്ള ഒരു കുഞ്ഞാണെങ്കിൽ അതിന് മൂവ്മെന്റ് ഉണ്ടായിരിക്കും. ഈ ഒരു ജീവനുള്ള ഒരു കുഞ്ഞാണെന്ന് ഉദരത്തിൽ കിടക്കുന്നെങ്കിൽ അതിൻ്റെതായ പരിവർത്തനം നിന്റെ ശരീരത്തിൽ നിനക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നിന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് സ്പിരിറ്റ് അല്ല, ഇതൊരു ചത്ത ആത്മാവല്ല. ഇത് ജീവിയുള്ള ആത്മാവാണ്. ഇത് ജീവിപ്പിക്കുന്ന ആത്മാവാണ്. ഇത് ഉത്തേജനം തരുന്നതാണ്. നിന്നെ വളർത്തുന്നതാണ്. നിന്റെ ശരീരത്തിൽ ഈ ആത്മാവിന്റെ ശക്തി നിനക്ക് മനസ്സിലാക്കുവാൻ കഴിയണം. ഈ ആത്മാവാണ് എന്റെ നിന്റെ ഒരു ശരീരത്തിൽ മൺകൂടാരത്തിൽ വസിക്കുന്നതെന്ന് ഇന്ന് പകൽക്കാലം ഒരു ദൈവവൈദ്യൻ മറന്നു പോകരുത്. അനേകരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കുന്നത് ഞായറാഴ്ച സഭായോഗത്തിൽ വരുമ്പോൾ കൈയടിക്കാനും പാട്ടുപാടാനും അന്യഭാഷ പറയാനും മാത്രമായി ഒരു അവകാശമായി മാറിക്കഴിഞ്ഞപ്പോൾ എന്നെ കേൾക്കുന്ന ദൈവവൈദ്യരെ, നിന്നെ ആത്മാവ് കൊണ്ട് നിറച്ചതോർത്ത് പിതാവ് ദുഃഖിക്കുകയാണെന്ന് മറന്നു പോകരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നെ നിന്നെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചതുകൊണ്ട് പിതാവിന് ഇഷ്ടം തോന്നണം. ക്രിസ്തു നിന്നെ പറ്റി പ്രൗഡായിരിക്കണം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ദൈവവൈദ്യനോട് പറ,
ആമേൻ, നിന്നെ നോക്കി സ്വർഗം ആമേൻ ആമേൻ സന്തോഷിക്കണം, നീ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടതെന്ന് പറ. ആമേൻ, ഹല്ലേലൂയ. നീ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടതോർത്ത് സ്വർഗം സന്തോഷിക്കണം. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, ഞാൻ സത്യം നിങ്ങളോട് പറയട്ടെ, ആമേൻ, ഈ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് യേശുവിന്റെ സാക്ഷിയാകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ മോശയുടെ ആഗ്രഹം എന്താണെന്ന് അറിയാമോ? ഇസ്രായേൽ ജനം മുഴുവനും ആത്മാവിനാൽ നിറയപ്പെട്ടിരുന്നു എങ്കിൽ എന്ന് മോശ ആഗ്രഹിക്കുക. പക്ഷെ മോശയോട് ദൈവത്തിന് ഒരു വാക്ക് പറയാനുണ്ട്. മോശേ, ഇസ്രായേൽ ജനം മുഴുവനും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന ഒരു സമയം വരുന്നുണ്ട്. Praise the Lord. Not now. ഇന്നല്ല, നിന്റെ കാലശേഷം, യോശുവയുടെ കാലശേഷം നിന്നേക്കാൾ വലിയവനായ യേശു ലോകത്തിലേക്ക് വരും. Praise the Lord. അവന്റെ ആത്മാവ് ഞാൻ ലോകത്തിന്മേൽ അയക്കും. അവനിൽ വ്യാപരിച്ച ആത്മാവ്, അതേ ആത്മാവ് നിന്നിൽ വ്യാപരിച്ച അതേ ആത്മാവ് ഞാൻ ലോകത്തിലേക്ക് അയക്കും. ആമേൻ. അതുകൊണ്ടാണ് യോഹന്നാൻ ആത്മാവിൽ നിറയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ വെളിപ്പാട് പ്രാപിച്ചിട്ട് പറഞ്ഞു, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ എന്നേക്കാൾ വലിയവനാ. ആമേൻ, ആമേൻ. യോഹന്നാനെ നോക്കി ജനം വിളിച്ചു പറഞ്ഞു, നീയാണോ വരുവാനുള്ള മെസ്സിഹ എന്ന് ചോദിക്കുമ്പോൾ വെട്ടുക്കിളിയും കാട്ടുതേനും ആമേൻ ഭക്ഷിച്ചുകൊണ്ട്, ആമേൻ ഹല്ലേലൂയ, ആമേൻ രോമവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അവൻ മരുഭൂമിയിൽ കൂടി വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നു പോകുമ്പോൾ ജനത്തിന്റെ മുഴുവൻ ശ്രദ്ധ അവങ്കലേക്കായി. ആമേൻ. യോഹന്നാനെ തൂക്കി ജനം വിളിച്ചു ചോദിച്ചു, ആമേൻ, യോഹന്നാനെ, നീയാണോ വരുവാനുള്ള മെസ്സിഹ? യോഹന്നാൻ പറയുന്നുണ്ട്, ഇല്ല, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ എന്നേക്കാൾ വലിയവനാണ്, എനിക്ക് മുൻപേ ഉള്ളവനാ. എന്നാൽ എനിക്ക് നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കാൻ പറ്റത്തില്ല. ആമേൻ. ഞാൻ നിങ്ങളെ ജലത്തിലെ സ്നാനപ്പെടുത്തത്തുള്ളൂ. എന്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ അഗ്നിയാലും ആത്മാവിനാലും സ്നാനം തരും. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവപൈതൽ, ഈ സ്നാനം, ഈ ആത്മനിറവ് പ്രാപിച്ച ഒരു ദൈവപൈതലാണ് ഇന്ന് പകൽ ഇവിടെ ആരാധനയിൽ ഇരിക്കുന്നുവെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നിന്നെ നോക്കി സ്വർഗം സന്തോഷിക്കുക. യു ഷുഡ് ബി പ്രൗഡ് അബൌട്ട് ഹൂ യു ആർ. നീ ആരായിരിക്കുന്നുള്ള അനുഭവത്തെ പറ്റി എനിക്കും നിനക്കും സന്തോഷമുണ്ടായിരിക്കണം. കാരണം ഒരു സാധാരണ ഒരു വ്യക്തി അല്ല ഞാൻ. യേശുവിന്റെ ആത്മാവ് വഹിക്കുന്ന, യേശുവിന്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ടു നടക്കുന്ന ഒരു വാഹനമാണ് ഞാനെന്ന് ഇന്ന് പകൽക്കാലം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നിന്നിലൊരു ദൈവശക്തി വ്യാപരിക്കും. നിന്റെ ബലഹീനതകൾ ബലഹീനതയായി മാറുകയില്ല, നിന്റെ ക്ഷീണങ്ങൾ ക്ഷീണങ്ങളായി മാറുകയില്ല, നിന്റെ ആമേൻ കഷ്ടങ്ങൾ കഷ്ടങ്ങളായി മാറുകയില്ല, നിന്റേതായ പരാതികൾ പരാതികളായി മാറുകയില്ല. നിന്റെ സാമ്പത്തിക തടസ്സങ്ങൾ സാമ്പത്തിക തടസ്സങ്ങളായി മാറുകയില്ല, നിന്റെ രോഗങ്ങൾ രോഗങ്ങളായി മാറുകയില്ല, നീ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ പ്രതിസന്ധികളായി മാറുകയില്ല. കാരണം നിനക്ക് പറയുവാൻ കഴിയുന്നു, ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമാണ് ഞാൻ. അവന്റെ ആത്മാവിനെ ചുമക്കുന്ന ഒരു വാഹനമൃഗമാണ് ഞാൻ. അവന്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ടു നടക്കുന്ന ഒരു അഭിഷിക്തനാണ് ഞാൻ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവിനാൽ നിറയപ്പെട്ട ദൈവമക്കളുടേതായ ഹല്ലേലൂയ കൃപകൾ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആമേൻ ആത്മാവിൽ നിറയപ്പെട്ട ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീരട്ടെ. നിന്റെ പരാതികളും നിന്റെ പരിധികളും ഒരു മറുഭാഗത്ത് മാറ്റി നിർത്തിക്കൊണ്ട് നീ പറ, ഞാനൊരു മോശയുടെ ആത്മാവിനാൽ നിറയപ്പെട്ടവനല്ല, ഞാൻ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവനാണ്. മോശയുടെ ആത്മാവിന്റെ ഒരു ഭാഗം എടുത്തു കൊടുത്തപ്പോഴേ പ്രവാചകന്മാരായി മാറിയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുക, മോശയുടെ ആത്മാവിന്റെ ഒരു ഭാഗമല്ല നിങ്ങളെ തന്നിരിക്കുന്നത്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആത്മാവിന്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങി വരും. നിന്റെ മൺമയമാകുന്ന ശരീരത്തിന്റെ മേൽ എന്റെ ഉന്മയമാകുന്ന അഭിഷേകം പകരുവാൻ ശക്തനായ ദൈവമാണ്. മോശയുടെ ആത്മാവിൽ ഒരു പങ്കെടുത്ത് കൊടുത്തപ്പോൾ ഏതോ ഒരു പ്രവാചകനായി മാറിയെങ്കിൽ ഇന്ന് പകൽക്കാലം കേൾക്കുന്ന ദൈവമല്ലേ, അത്യന്ത പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ നിറച്ചിരിക്കുന്നത് ഒരു പ്രവാചകനായി മാറാനല്ല, അഭിഷേകം പ്രാപിച്ച കൃപ പ്രാപിച്ച അഭിഷേകനായി മാറുന്നത് ശക്തനായി ദേശം എഴുന്നേൽക്കുവാൻ ദൈവത്തിന്റെ ദേശം കണ്ടുവച്ചിരിക്കുകയാണ്. ശക്തമായി ഇന്ന് പല ചില ജീവിതങ്ങൾ തൊടുന്ന പകരാൻ പരിശുദ്ധമാണ്, ശക്തമായി ചിലരെ തൊടുന്ന പകരാൻ നിങ്ങളുടെ അഭിഷേകത്തെ ശക്തി വ്യാപരിച്ചിരിക്കുന്നത്.
കഴിയാത്തവനായിത്തീർന്നു. മോശയെ കൊണ്ട് നടക്കുവാൻ കഴിയാത്തതാണ് ദൈവം നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. മോശയ്ക്ക് പറയാനുള്ളത്, അല്ലയോ യോശുവായേ, നീ എന്നെ കുറിച്ച് അസൂയപ്പെടുന്നുവോ? നിന്റെ നേതൃത്വം അസൂയ. കൂടിയിരിക്കുന്ന ഒരു ദൈവദാസി ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച